വൈക്കം മുഹമ്മദ് ബഷീർ ക്യൂസ്. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രമേത്? ഉത്തരം ജയകേസരി. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷമേത്? ഉത്തരം 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ. ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ? ഉത്തരം പ്രേമലേഖനം 1943. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന ജനപ്രിയ വിശേഷണം എന്താണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഉജ്ജീവനം വാരികയിലെ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയകഥകളിലൊന്നായ മതിലുകൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ? ഉത്തരം ബഷീറും നാരായണിയും. കർത്താവിന് എന്തിനാണച്ചോ പൊന്നിൻ കുരിശ്? ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഈ വാചകം? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത്? ഉത്തരം 1970. ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉത്തരം ഉജ്ജീവനം. ഇന്ത്യയിലെ 4ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി രാജ്യം ബഷീറിനെ ആദരിച്ച വർഷമേതാണ്? ഉത്തരം 1982. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ഭഗത് സിംഗ്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാല്യസാഹിത്യ കൃതി? ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം? ഉത്തരം സോജ രാജകുമാരി. വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന പ്രശസ്തമായ വരി ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു. ബഷീർ രചിച്ച ബാല്യസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം പ്രേമലേഖനം സർപ്പയജ്ഞം. ബഷീറിന് സാംസ്കാരിക ദീപം അവാർഡ് ലഭിച്ച വർഷമേത്? ഉത്തരം 1987. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നതാര്? ഉത്തരം മധു. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര്? ഉത്തരം വയലാലിൽ വീട്. ബഷീറിൻ്റെ ഏത് പ്രശസ്ത നോവലിലെ കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും? ഉത്തരം ബാല്യകാല സഖി. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്? ഉത്തരം കടുവാക്കുഴി ഗ്രാമം. കുട്ടികൾക്കായി ബഷീർ എഴുതിയ ഒരേ ഒരു നോവൽ? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏത്? ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ. ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1983. കൊച്ചു നീലകണ്ഠൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ഭാർഗവീ നിലയം എന്ന സിനിമ ഏത് കഥയെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്?
ഉത്തരം നീലവെളിച്ചം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം. ഉത്തരം മതിലുകൾ. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ബാലസാഹിത്യം. എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം നിസാർ അഹമ്മദ്. ബഷീറിൻ്റെ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ? ഉത്തരം എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി. ബഷീർ അന്തരിച്ച വർഷമേത്? ഉത്തരം 1994 ജൂലൈ 5. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ്? ഉത്തരം 2009 ജനുവരി 1. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാലസഖി. ശിങ്കിമിടുക്കൻ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം MN വിജയൻ. MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന ജനപ്രിയ വിശേഷണം? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരാന ഉണ്ടായിരുന്നോ എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്ത്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലായിരുന്നു? ഉത്തരം പ്രഭ. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് E. ആഷർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവീ നിലയം, ബാല്യകാലസഖി. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിച്ച കാലത്തെ അനുഭവങ്ങളെ മുൻനിർത്തി ബഷീർ എഴുതിയ പ്രശസ്തമായ നോവൽ ഏതാണ്? ഉത്തരം മതിലുകൾ. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം പ്രൊഫസർ MN വിജയൻ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി? ഉത്തരം ഒഴിഞ്ഞ വീട്. ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയതാരാണ്? ഉത്തരം MP പോൾ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണി അമ്മ. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.